വെൽക്കം ടു ഓറഞ്ച് പീൽ കുക്കിംഗ് സെഷൻ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. രണ്ട് തരത്തിൽ ഞാനിവിടെ മാർബിൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഓവനിലും, രണ്ട് വിത്തൗട്ട് ഓവനിലും. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം നമുക്ക് പാൻ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുത്ത് നമുക്ക് പാൻ റെഡിയാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത്, കുറച്ച് വലിയ മിക്സി ജാർ എടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് പാല്, 1/4 കപ്പ് ഓയിൽ, അതുപോലെ 1 ടീസ്പൂൺ നാരങ്ങ നീരും അതിനോടൊപ്പം 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇവിടെ നമുക്ക് ബീറ്ററോ ഒന്നും വേണ്ട, നമുക്ക് മിക്സിയിൽ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ഇനി ആ മിക്സ് നന്നായി അടിച്ചതിന് ശേഷം ആ മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഓൾ പർപ്പസ് ഫ്ലോർ 1.5 കപ്പ് എടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുക്കുക. ഇതൊരു അറ്റ്ലീസ്റ്റ് നമ്മൾ 2 തവണയെങ്കിലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ മാത്രമാണ് കേക്ക് നല്ല സോഫ്റ്റ് കേക്കായിട്ട് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ അരിക്കുന്നത്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചോ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കട്ടകളൊന്നും പാടില്ല, അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതൊരു ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം 2 ടേബിൾ സ്പൂൺ പാലും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല ഇവിടെ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓവനിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇടാം. അപ്പോൾ ഇവിടെ ഞാൻ 400 ഫാരൻഹീറ്റിലാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിരിക്കുന്നത്. ഓവൻ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ നിന്ന് 1 കപ്പ് മിക്സ് എടുത്ത് വേറൊരു ബൗളിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ 1 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പാനിലേക്ക് ഇത് ഓരോന്നായിട്ട്, അതായത് വാനില കുറച്ച് ഒഴിച്ച് കൊടുക്കുക, അത് കഴിഞ്ഞ് ചോക്ലേറ്റിൻ്റെ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാർബിൾ കേക്കിന് ആകുമ്പോൾ നമുക്ക് റാൻഡമായിട്ട് നമുക്ക് ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ പക്ഷേ ഇതേ സെയിം റെസിപ്പി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീബ്ര കേക്കും ഉണ്ടാക്കാം. അപ്പോൾ സീബ്ര കേക്കാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടെങ്കിൽ പാൻ്റെ നടുവിലായിട്ട് ആദ്യം വാനില ഒഴിക്കുക, അതിൻ്റെ മേലെയായിട്ട് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുക, പിന്നെ അതിൻ്റെ മേലെയായിട്ട് വാനില ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ആയിരിക്കണം സീബ്ര കേക്കിനെ നമ്മൾ ചെയ്യേണ്ടത്. മാർബിൾ കേക്കിനായിരിക്കുമ്പോൾ നമുക്ക് റാൻഡമായിട്ട് അവിടെ ഇവിടെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ലാസ്റ്റ് ഒരു ടൂത്ത് പിക്കിൻ്റെ സഹായത്തോടെ ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും കൂടി ഒന്ന് ഒടിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് മാർബിൾ കേക്ക് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഒരു 3 തവണയെങ്കിലും ടാപ്പ് ചെയ്യുക. അതിന് ശേഷം ടൂത്ത് പിക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓവനിൽ വെക്കാം. ഓവനിൽ എനിക്ക് ഏകദേശം ഒരു 30 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് ഇത് ബേക്കായി വരാൻ. അപ്പോൾ ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ പൊന്തി വന്നതിന് ശേഷം പിന്നെ ഒരു 5 മിനിറ്റ് കൂടിയൊക്കെ മതിയായിരിക്കും നമുക്കത് നന്നായിട്ടൊന്ന് ബേക്കായി കിട്ടാൻ. പിന്നെ എനിക്ക് ഏകദേശം 30 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കേക്ക് ഇങ്ങനെ ഐസിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ തന്നെ ടീ കേക്ക് പോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കേക്കാണ് ഈ മാർബിൾ കേക്ക്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഐസിങ് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കുന്നുണ്ട്. കേക്ക് വെന്തുണ്ടോയെന്ന് നമുക്ക് അറിയണമെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാലും നമുക്കറിയാൻ പറ്റും കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്.
ഞാനിപ്പോൾ ഇവിടെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് എടുത്തിട്ടുണ്ട്. സാധാരണ കുക്കീസിന് യൂസ് ചെയ്യുന്ന ചിപ്സാണ്. അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ മുമ്പത്തെ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഹൈയിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. അതിനുശേഷം നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ടെന്ന് കാണുമ്പോൾ അത് ലോ ബീറ്റിലേക്ക് മാറ്റി വേണം ബീറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തെ ലെയർ വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഷുഗർ സിറപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം നല്ല സോഫ്റ്റ് കേക്കാണ്. പിന്നെ ഷുഗർ സിറപ്പൊക്കെ കൊടുക്കുമ്പോൾ ഓവർ മധുരമായിട്ട് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് ഷുഗർ സിറപ്പ് ഞാൻ കൊടുക്കുന്നില്ല ഇതിൽ. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം കൊടുക്കുക. അങ്ങനെ ഓരോ ലെയേഴ്സായിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇത് കവർ ചെയ്തെടുക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ടൂൾസ് ഒന്നുമില്ല എങ്കിൽ, ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കത്തിയുടെ മുറിക്കുന്ന ഭാഗമല്ല, എൻ്റെ മറുഭാഗം, അത് ഉപയോഗിച്ച് നമുക്ക് ഐസിങ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇന്നും കേക്കൊന്നും ഉണ്ടാക്കുന്നില്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുന്നുള്ളെങ്കിൽ നമുക്ക് അതിൻ്റെ ടൂൾസ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന കത്തിൻ്റെ മറുഭാഗം ഉപയോഗിച്ച് ഐസിങ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം ഐസിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടി ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ഡിസൈൻ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗനാശ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. മേലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, താഴെ എന്തെങ്കിലും ഇപ്പോൾ ടേബിളുമൊക്കെയാണ് വെച്ച് ചെയ്യുന്നതെങ്കിൽ താഴെ അലുമിനിയം ഫോയിലോ എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് കവർ ചെയ്തതിന് ശേഷം വേണം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാൻ. ചിലപ്പോൾ അതൊക്കെ ഒഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഇതുപോലെ ഗനാഷ് ഒഴിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് ക്രീമും കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തും കൊടുക്കാം. അപ്പം നമ്മളുടെ ഓവനിലുള്ള കേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് സ്റ്റൗവിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 6 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക, 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക, 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നാരങ്ങ നീരിൻ്റെ പകരം വിനീഗറും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓൾ പർപ്പസ് ഫ്ലോർ 1/4 കപ്പ് എടുക്കുക. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂണും എടുത്ത് നന്നായിട്ട് 2 തവണ അരിച്ചെടുക്കുക. ഇനി ഈ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയിലാണ് കിട്ടണമെങ്കിൽ എക്സ്ട്രാ ഒരു 2 ടേബിൾ സ്പൂണോ പാല് എക്സ്ട്രാ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ചും കൂടി പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് 2 ബൗളിലേക്കായിട്ട് മാറ്റുന്നുണ്ട്. ഇവിടെ ഞാൻ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നില്ല, അതിൻ്റെ പകരമായിട്ട് കളേഴ്സാണ് കൊടുക്കുന്നത്.
ഒന്നിൽ നീല കളറും രണ്ടാമത്തേൽ കുറച്ച് പിങ്ക് കളറും കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കേക്ക് പാനിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. റാൻഡമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അവസാനം ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അതുകൂടെ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഡിസൈനിന് വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്, നന്നായിട്ടൊന്നത് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ ജെൽ കളറിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ കളർ ആഡ് ചെയ്തിട്ടുള്ള മാർബിൾ കേക്കിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വാനിലയും ചോക്ലേറ്റും ആയിട്ടുള്ള നേരത്തെ നമ്മൾ ആദ്യം തയ്യാറാക്കിയ മാർബിൾ കേക്കാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ കുട്ടികൾക്കൊക്കെ ഇതുപോലെ കളറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള മാർബിൾ കേക്കായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസുമ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ വേണമെങ്കിൽ കുക്കർ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുക. അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് നന്നായി അടച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനിടാം. നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ പാൻ അതിലേക്ക് ഇറക്കി വയ്ക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പൊന്തി വരും. അതിനുശേഷം ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ ആണ് നമുക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്കൊക്കെ നല്ലോണം ബേക്കായി കിട്ടും. അപ്പോൾ നന്നായി പൊന്തി വന്നതിന് ശേഷം നന്നായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ബ്രൗണൊക്കെ ആയി മുകൾ ഭാഗം നന്നായി ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ കേക്ക് പാൻ അപ്പോൾ തന്നെ അതിൽ നിന്നെടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയതിന് ശേഷം മാറ്റുക. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 25 മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്യാനെടുത്ത സമയം. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ കേക്കൊക്കെ ജസ്റ്റ് ഒന്ന് ആ മുരിഞ്ഞ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് പീസാക്കി വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഈ മാർബിൾ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്രിസ്മസിന് എല്ലാവരും ഇതുപോലെ എളുപ്പത്തിൽ ഒരു മാർബിൾ കേക്ക് തയ്യാറാക്കുക. എല്ലാവരും കഴിച്ചു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസിലൂടെ അറിയിക്കുക. അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.